ഈ ദേജാവു എന്ന് പറയുന്ന സാധനം ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞ കാര്യമേ ഇല്ല എന്ന് ആക്ച്വലി പറയുന്നുണ്ട്. അതും മനുഷ്യന്റെ ഒരു തോട്ടാണ്. ഇങ്ങനെ കോൺഷ്യസ് മൈൻഡ്, അതിന്റെ അടിയിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡ്, ഇങ്ങനെ ലെയേർഡ് ആയിട്ട് കാര്യങ്ങളൊന്നും ഇല്ല എന്നും അത് പറയുന്നുണ്ട്. ആ ലെയർ എന്ന് പറയുന്നത് ഒരു ആക്ച്വൽ ലെയർ എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മൾ മനുഷ്യന് മെമ്മറി വർക്ക് ചെയ്യുന്നത് പല ലെവലിലാണ്. നമുക്ക് വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്ന സംഗതിയാണ്. നമ്മളിപ്പോൾ ഒരു OTP കണ്ടു, നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് OTP അത്ര നേരത്തേക്ക് നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലുള്ളൂ. അത് തന്നെ എല്ലാവർക്കും ഒരുപോലെ സ്ട്രോങ് അല്ലല്ലോ. ചില ആൾക്കാർക്ക് പിന്നെയും OTP നോക്കണം, എല്ലാ നമ്പറും ഉണ്ടോ എന്ന്. അത് വർക്കിംഗ് മെമ്മറിയാണ്. വർക്കിംഗ് മെമ്മറി ഇൻ്റലിജൻസിൻ്റെ പാർട്ടാണ്. ലോങ് ടേം മെമ്മറി ഉണ്ട്. നമ്മൾ പിന്നെ അങ്ങനെ പലതരത്തിലാണ് നമ്മൾ മെമ്മറി പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റുഡ് അല്ലാത്തൊരു ഏരിയയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പൊതുവിൽ സൈക്കോളജിയിൽ നിന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ആ ഒരു ലെയർ എന്ന അർത്ഥത്തിൽ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല, പക്ഷേ ആ ഇൻഫർമേഷൻ അവിടെ ഉണ്ട്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഈ തീരെ നമുക്ക് എന്താണ് ഓർത്തെടുക്കാനോ നമ്മൾ ആലോചിച്ചാലോ കിട്ടാത്ത ലെവലിൽ കിടക്കുന്ന തോട്ട്സാണ്. മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് തോട്ട്സ് ഉണ്ട്. അതെല്ലാം ഉണ്ട്. ദേജാവ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അതൊരു മെമ്മറി, മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു സ്ലിപ്പാണ്. ഗ്ലിച്ച്, അതാണ് വാക്ക് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമലി ഞാൻ എങ്ങനെയാണ് ഈ സിറ്റുവേഷൻ, ഞാനെന്ന് പറയുന്ന ജീവി എങ്ങനെയാണ് ഈ സിറ്റുവേഷനെ അസസ് ചെയ്യുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ സെൻസറി ഇൻപുട്ടാണ് എൻ്റെ ബേസ്. ഞാൻ എന്ത് കാണുന്നു, ഞാൻ എന്ത് കേൾക്കുന്നു, എൻ്റെ ദേഹത്ത് എന്തൊക്കെ ടച്ച് ചെയ്യുന്നുണ്ട്, കാറ്റടിക്കുന്നുണ്ടോ, മണം എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനെയുള്ള പല സെൻസറി ഇൻപുട്ടുകൾ ഞാൻ അകത്തേക്ക് എടുക്കുന്നുണ്ട്. ഇത് ബ്രെയിനിൻ്റെ വർക്കിംഗ് മെമ്മറിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പാർട്ട് ബ്രെയിൻ അറിയാതെ മെമ്മറിയിലോട്ട് സേവ് ചെയ്തു. ഓക്കെ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്രെയിൻ അതിനെ മെമ്മറിയിലേക്ക് സേവ് ചെയ്യുകയും പെട്ടെന്ന് അടുത്ത ഇൻപുട്ട് ഫ്രഷ് ആയിട്ട് അത് എടുക്കുകയും ചെയ്യുമ്പം ഇപ്പോൾ വരുന്ന ഇൻപുട്ട് നേരത്തെ ഇരിക്കുന്ന ഇൻപുട്ടുമായിട്ട് മാച്ച് ആവുന്നു. അത് മെമ്മറിയിലോട്ടങ്ങ് കയറിപ്പോയതാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഇതുപോലൊരു സാധനമുണ്ട്, പക്ഷെ അത് ഇതേ സാധനമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള ഇത് മസ്തിഷ്കത്തിൻ്റെ ഈ ഗ്ലിച്ചസ് എല്ലാവരിലും ഒരേ അളവല്ല. ഒന്ന് ഒരു യങ് ഏജിൽ ഇത് കൂടുതലായിരിക്കും. കുറച്ച് പ്രായമായ ആൾക്കാർ ദേജാവ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഈ ടെമ്പറൽ ലോബ് എപ്പിലെപ്സി എന്നൊക്കെ പറയുന്ന മസ്തിഷ്കത്തിൻ്റെ ഒരു ഭാഗത്ത് വരുന്ന ഈ എപ്പിലെപ്റ്റിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് ഇത് കൂടുതലായിരിക്കും. അവർ കൂടുതൽ ദേജാവ് റിപ്പോർട്ട് ചെയ്യും. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് ഇത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തിൽ വരുന്ന ചെറിയൊരു പ്രശ്നമാണ്. അതൊരു വലിയ മസ്തിഷ്ക രോഗം ഒന്നുമല്ല. മസ്തിഷ്കത്തിന് ഇങ്ങനെ ഒരുപാട് പാളിച്ചകൾ പറ്റും. നമ്മളൊരിക്കലും അതിനെ ഒരു ഐഡിയൽ സംഗതിയായിട്ട് കാണാതിരുന്നാൽ മതി. ഇറ്റ് ഈസ് എ മെഷീൻ ദാറ്റ് receives input through senses, makes decision and execute through the motor part. നമ്മുടെ ശരീരം ചലിപ്പിച്ചുകൊണ്ട് അതിനോട് റെസ്പോണ്ട് ചെയ്യാൻ തീരുമാനിക്കുകയും ആ റെസ്പോൺസ് എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു മെഷീനാണ്. അതിന് ഇഷ്ടം പോലെ രീതിയിൽ നമ്മളിപ്പോൾ ഫോണിൽ വർക്ക് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചില സമയത്ത് ടച്ച് വർക്ക് ചെയ്യത്തില്ല. നമ്മൾ പലതവണ നമ്മൾ പവർ ബട്ടൺ ഞെക്കി ഒന്ന് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓൺ ചെയ്യുമ്പോൾ ശരിയാകും. അതുകൊണ്ട് ഫോൺ കംപ്ലൈൻ്റ് ആയി നമ്മൾ പറയില്ല. ഏത് ഫോണിലും ഇത് സംഭവിക്കും. അത്രയേ ഉള്ളൂ. നമ്മുടെ മസ്തിഷ്കത്തിന് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്ലിപ്സ് സംഭവിക്കും. ഓക്കെ,